നമസ്കാരം. തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പർവ്വത പ്രദേശത്ത് ഒരിടത്ത് ചക്രവർത്തിക്കൊരു കൊട്ടാരമുണ്ട്. അതൊരു ഇടത്താവളമാണ്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് അവിടം. മഴ പെയ്താൽ തണുപ്പ് ഇരട്ടിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തിയും പരിവാരങ്ങളും അവിടെ താമസിക്കാറുണ്ട്. കൂടെ രാജസേവകന്മാരുമുണ്ടാകും. അവർക്ക് പ്രത്യേകമായ പാർപ്പിടമുണ്ട്. രാജാവിന് പ്രത്യേകിച്ചുള്ള പാർപ്പിടവുമുണ്ട്. താവളത്തിൽ ചെല്ലണമെന്നായി തെനാലി രാമൻ്റെ നിശ്ചയം. അയാൾ ഒരു ദിവസം കുതിരപ്പുറത്ത് കയറി യാത്രയായി. വളരെ ദൂരം സഞ്ചരിച്ച് ആ താവളത്തിൻ്റെ അടുക്കലെത്തി. അപ്പോഴേക്കും തണുപ്പ് കഠിനമായിരുന്നു. മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. തെനാലി രാമൻ്റെ കുപ്പായങ്ങൾ മഴവെള്ളത്തിൽ കുതിർന്നു. കിടുകിട വിറച്ചുകൊണ്ട് തെനാലി രാമൻ കൊട്ടാരം സേവകന്മാരുടെ പാർപ്പിടത്തിലേക്ക് പോയി. നടുവിൽ തീ കൂട്ടിയിട്ടിരിക്കുന്നു. രാജസേവകന്മാർ ചുറ്റിനും ഇരിക്കുന്നു. എന്തു സുഖമാണ് തീ കായാൻ! അതേസമയം സംഭാഷണം ചെയ്യാനും പലഹാരം തിന്നാനും ഒന്നാന്തരം മാംസപലഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഓരോരോ താവളങ്ങളിൽ മാംസപലഹാരങ്ങളിൽ ചൂടെ വെക്കുന്നു. അവർ സ്വാദോടെ തിന്നുന്നു, വെടി പറയുന്നു, ചിരിക്കുന്നു. ആകെ ഒരു രസം, ആകെ ഒരു കോലാഹലം. അങ്ങനെ രാജസേവകന്മാർ അവിടെ ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് തണുത്തു വിറച്ച് കുതിരപ്പുറത്ത് തെനാലി രാമൻ്റെ വരവ്. അല്പനേരം തീ കാഞ്ഞെങ്കിൽ രാമൻ ഇരിക്കാൻ ഇടമുണ്ടോ എന്ന് നോക്കി. അല്പം പോലും ഇടമുണ്ടായിരുന്നില്ല. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് രാജസേവകന്മാർ. നനഞ്ഞൊലിച്ചു വന്ന തെനാലി രാമനെ എല്ലാവരും കണ്ടിരുന്നു. പക്ഷേ ആരും അവനവൻ്റെ സ്ഥാനത്ത് നിന്ന് അല്പവും ഇളകിയില്ല. അവർ തെനാലി രാമന് ഇരിക്കാനുള്ളൊരു അവസരവും നൽകിയില്ല. എന്നാൽ ഇനി തനിക്കിരിക്കാൻ ഇടമുണ്ടാക്കുക തന്നെ. തീക്ഷ്ണമായ ബുദ്ധിയല്ലേ രാമന്. തെനാലി രാമൻ തൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. കൂട്ടുകാരെ, ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ് ഞാൻ. എൻ്റെ കുതിരയുമുണ്ട്. എൻ്റെ കുതിര പുറപ്പെടും മുമ്പേ അതിന് ആഹാരം കൊടുത്തില്ല. പാവം വല്ലാതെ വിശന്നിരിക്കുകയാണ്. അതിന് കൊടുക്കാൻ കുറേ മാംസപലഹാരം തരിക. തെനാലി രാമൻ രാജസേവകന്മാരോട് അഭ്യർത്ഥിച്ചു. രാജസേവകന്മാർക്ക് തെനാലി രാമൻ്റെ ഈ അഭ്യർത്ഥന അത്ഭുതം തോന്നി. അത്ഭുതമുളവായ രാജസേവകന്മാർ തെനാലി രാമനോട് ചോദിച്ചു, രാമ, എന്താണ് നിങ്ങൾ പറയുന്നത്? കുതിരയ്ക്ക് മാംസപലഹാരം വേണമെന്നോ? മാംസപലഹാരം കഴിക്കുന്ന കുതിര അല്ലേ? അങ്ങനെ ഒരു മൃഗത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതും ഒരു കുതിരയെക്കുറിച്ച്. അതിനകത്തൊരു രാജസേവകൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ശരി, നിങ്ങൾ എൻ്റെ കുതിരയ്ക്ക് മാംസപലഹാരം കൊടുത്തു നോക്കിൻ. അപ്പോൾ മനസ്സിലാവും തെറ്റ് എനിക്കാണോ നിങ്ങൾക്കാണോ എന്ന് തെനാലി രാമൻ രാജസേവകന്മാരോട് പറഞ്ഞു. എന്നാൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. ആ രാജസേവകൻ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ഒരു താവളത്തിൽ നിന്ന് മാംസപലഹാരം എടുത്ത് കുതിരയ്ക്ക് കൊടുക്കാനായി പോയി. 4-5 പേർ കൂടി അപ്രകാരം ചെയ്തു. അവർക്കും അത് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരുമായി പാത്രത്തിൽ മാംസപലഹാരങ്ങളും എടുത്ത് രാമൻ്റെ കുതിരയുടെ അടുത്തേക്ക് പോയി. രാമന് വേണ്ടതും അതിലധികവും ഇടം കിട്ടിയപ്പോൾ അയാൾ സ്വസ്ഥമായി അവിടെ ഇരുന്നു. സുഖമായി തീ കായുകയും ചെയ്തു. കുതിരയുടെ അടുക്കലേക്ക് പോയില്ലേ രാജസേവകന്മാർ? അവർ മുറ്റത്ത് നിൽക്കുന്ന കുതിരയുടെ നേർക്ക് മാംസപലഹാരം നീട്ടി. കുതിര മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞു നിന്നു. രാജസേവകന്മാർ ആ വശത്ത് ചെന്നു. കുതിര ഇനിയും ഒരു വശത്തേക്ക് തിരിഞ്ഞു. ചിലർ കുതിരയുടെ മോന്തയിൽ പിടിച്ച് വാ തുറപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ പരിശ്രമം നിഷ്ഫലമായി. കുതിര വായ ബലപ്പിച്ച് അടച്ചു വെച്ചിരുന്നു. വാ തുറന്നില്ല. കുറേ കഴിഞ്ഞു. അവരുടെ പരീക്ഷണം പരാജയമായി. രാജസേവകന്മാർ അകത്തേക്ക് വന്നു. ഇതിനിടയ്ക്ക് സമയം കുറേ കഴിഞ്ഞിരുന്നു. തെനാലി രാമൻ്റെ വിറയൽ തീർന്നിട്ടുണ്ട്. സുഖമായി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമനപ്പോൾ. എന്താ രാമ, നിങ്ങളുടെ കുതിര മാംസപലഹാരം തിന്നുന്നില്ലല്ലോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. രാമൻ വിശദീകരണം നൽകി. കേട്ടോ കൂട്ടരെ, കുതിര ഒന്ന് വിചാരിച്ചു. യജമാനൻ തണുത്തു വിറച്ചു വന്ന് കയറിയതാണ്. പുല്ലോ മുതിരയോ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തൽക്കാലം മാംസപലഹാരം തിന്ന് വിശപ്പടക്കുക തന്നെ. പക്ഷേ താമസിയാതെ കുതിരയ്ക്ക് ഒന്ന് മനസ്സിലായി. ഞാൻ തീ കാഞ്ഞു സുഖമായിരിക്കുന്നു. അതായത് തെനാലി രാമൻ യജമാനൻ തീ കാഞ്ഞു സുഖമായിരിക്കുന്നു. ഇനിയിപ്പോൾ കുതിരയ്ക്ക് പുല്ലോ മുതിരയോ കൊടുക്കും.
പിന്നെന്തിനാണ് കുതിര മാംസപലഹാരം തിന്നണം? പിന്നീട് രാജസേവകന്മാർ ഒന്നും മിണ്ടിയില്ല. ഇത് തെനാലിരാമൻ രാജസേവകന്മാരുടെ അടുത്ത് പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു. അതിൽ തെനാലിരാമൻ വിജയിക്കുകയും ചെയ്തു. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.